ഓഫ് ഇന്ത്യയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഫെറി എടുത്തിട്ട് വേണം പോകാൻ. കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ എവിടെ നോക്കിയാൽ ഏജൻറ്റ്സ് ഉണ്ടാവും, നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അവിടെ കൗണ്ടറും ഉണ്ട്. സോ വി ബുക്ക്ഡ് ആർ ടിക്കറ്റ്സ്. റൈറ്റ് നൗ വി ആർ അഗൈൻ അറ്റ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. നല്ല വെയിലാണ്, നമ്മളിവിടെ വന്നിട്ടുള്ളത്. സോ ഫ്രം ഹിയർ വിൽ ടേക്ക് ദ ഫെറി. ബോട്ടിൽ കയറിയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 10 കിലോമീറ്റേഴ്സ് നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്ത് അവിടെ എത്താനുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫെറി റൈഡ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഒരു 10 കിലോമീറ്റർ നമ്മൾ കടലിലാണ്. ഇങ്ങനെ കടലിൽ പോയിട്ട് വേണം നമ്മൾ ഐലൻഡിലെത്താൻ. ആൻഡ് ബോട്ട് വാസ് അത്യാവശ്യം വലിപ്പമുള്ള നല്ല സൗകര്യമുള്ള ബോട്ട് തന്നെയാണ്. നമ്മൾ കുറഞ്ഞ ടൈമിലേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. സോ ഇരിക്കാമെന്നൊക്കെ നമുക്ക് അത്ര സൗകര്യം മതി. മുകളിൽ കയറിയിരിക്കാം, ബട്ട് ഫുൾ ആമ്പിള്ളേരായിരുന്നു, നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റുന്നില്ല. ഫുൾ മുകളിൽ ഭയങ്കര ഓവർ പോപ്പുലേറ്റഡ് ആയിരുന്നു. സോ നമ്മൾ ആ റിസ്ക് എടുത്തില്ല. താഴെ അതുകൊണ്ട് പീസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം സ്നാക്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആൻഡ് ഹിയർ വി ആർ. Having our homemade chapati rolls. നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുന്നു. നമ്മൾ കുറച്ച് സമയത്ത് ബോട്ട് ജേർണീസ് ഡൺ. തിരക്കുള്ളത് ആദ്യം പോട്ടെ, നമുക്ക് മെല്ലെ പോകാം. 1 hour ബോട്ട് ജേർണി. സോ എലിഫൻ്റ് കേവ്സിൽ എന്തോ മിനി ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ മിനി ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. റേഷൻസ് എടുക്കുന്നുണ്ട്. അത് 18 rupees per head. So let's go to Elephant Caves mini train. മിനി ട്രെയിൻ ടിക്കറ്റ് എടുത്തെന്നെല്ലാം പറഞ്ഞില്ലേ, അത് നമ്മൾ ക്യാൻസൽ பண்ணிட்டோம். ஏன்னா ட்ரெயின் வில் டேக் 10 to 15 minutes. அதனால் அந்த டைமில் நம்ம நடந்து போயிடலாம் அந்த இன்டென்ஷனில் அந்த டிக்கெட் கேன்சல் பண்ணிவிட்டு நம்ம நடந்து போயிட்டுருக்கோம். நட்டாரங்கத்து வெயிலத்து. Beach view from Egg burji pav. Here we have Roshni's Maggi. Where we butter lam super. 4,21,000 എലിഫൻ്റ് പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ നോക്കിയായിട്ട് ഒരു കുരങ്ങൻ ചോക്കോബാർ കഴിക്കുന്നത്. വയസ്സായവർക്കൊക്കെ ഇവിടെ വരാം. ഇതിൽ കയറി ഇരുന്നാൽ മതി. ഇവിടെ കൂലി ഉണ്ടാവും. കൂലി അവർ നമ്മളെ തൂക്കി പിടിച്ച് കൊണ്ടുപോകാനൊക്കെ ഇവിടെ ആളുണ്ട്. നമ്മൾ ബോട്ട് ഇറങ്ങി എലിഫൻ്റ് കേവ്സിലേക്ക് പോകുന്ന വഴി ഫുള്ള് ഇങ്ങനെയാണ്. 2 ഭാഗത്ത് ഫുള്ള് ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും, വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ നമുക്കിങ്ങനെ ഷെഡ് കെട്ടിയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയാൽ മതി. സോ കം ഓൺ, ലെറ്റ്സ് ഗോ. സോ വി ബോട്ട് ദിസ് ഗൈഡ്. സോ എലിഫൻ്റ് കേവ്സിൽ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇത് നോക്കി മനസ്സിലാക്കാം. മൊത്തം മാപ്പും എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്.
സോ ഈ സ്ഥലത്തിൻ്റെ പണ്ടത്തെ പേര് ഗരക്പൂർ എന്നതിന് പോലും. സോ പോർച്ചുഗീസുകാരാണ് വന്നിട്ട് ഇതിന് എലിഫൻറ്റ കേവ്സ് എന്ന് പേര് വെച്ചത്. കാരണം ഇതിൻ്റെ എൻട്രൻസിന് മുന്നിൽ തന്നെ ഒരു വലിയ ആനേൻ്റെ ശില്പം ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇല്ല, കാരണം നശിക്കപ്പെട്ടത് കൊണ്ട് അത് പിന്നെ മുംബൈയിലേക്ക് വേറെ ഏതോ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരൊറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു സൗത്ത് ഇന്ത്യൻ അമ്പലങ്ങളിലൊക്കെ കാണുന്ന വിഗ്രഹങ്ങളൊക്കെ പോലെ തോന്നും. അവിടെയൊക്കെ കൊത്തുപണി ചെയ്തിട്ടുള്ള പോലെ തന്നെ നമുക്ക് തോന്നുക. ഇതൊരു ശിവനെ ആരാധിക്കുന്നവർ ഉണ്ടാക്കിയതായിരിക്കണം, കാരണം ശിവൻ്റെ വിഗ്രഹങ്ങളാണ് വളരെ വലുതായിട്ട് വലിപ്പത്തിലൊക്കെ ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ഗുഹയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മിഡിലായിട്ട് ഒരു ശിവൻ്റെ ഒരു ശില്പമുണ്ട്. അത് കണ്ടപ്പോൾ അതിൻ്റെ മുഖച്ഛായയും നമ്മൾ പൊതുവേ കാണുന്ന ബുദ്ധൻ്റെ മുഖച്ഛായയായിട്ട് വളരെ ഒരു സാമ്യം തോന്നി. അപ്പം ഞാൻ കുറച്ച് അതിങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇനീഷ്യലി ബുദ്ധിസം ഭയങ്കര പീക്കിലുണ്ടായ സമയത്ത് അപ്പോൾ ഉണ്ടാക്കിയതായിരിക്കണം. പിന്നീട് ബുദ്ധിസം ഡിക്ലൈൻ ആയതിനു ശേഷം അതിന് ഹിന്ദുസൊക്കെ അവിടെ അങ്ങോട്ട് വന്ന് അവരതിനെ എന്താ പറയുക റീകൺസ്ട്രക്ട് ചെയ്തതായിരിക്കണം എന്നൊക്കെ ഉള്ള പോലെ കുറച്ച് ആർട്ടിക്കിൾസൊക്കെ ഞാൻ കണ്ട്. ഐ എം നോട്ട് ഷുവർ, അങ്ങനെയാവാനും വഴിയുണ്ട്. സോ അതിനുശേഷം ഇത് ഒരുപാട് രാജവംശത്തിൻ്റെ കൈകളിലൂടെ ഇങ്ങനെ കടന്നു പോയതാണ്. എന്നിട്ടാണ് ലാസ്റ്റാണ് ഇത് പോർച്ചുഗീസുകാരുടെ കയ്യിലെത്തുന്നത്. എൻ്റെ ആ ദുഷ്ടന്മാരാണ് ഇത് നശിപ്പിച്ചതും. സോ ഇവിടെ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ശില്പങ്ങൾ നശിക്കപ്പെട്ടിട്ടുണ്ട്, മുഖങ്ങളും പല ഭാഗങ്ങളും ഇല്ലാണ്ട്. സോ അവരെന്തോ എക്കോ ടെസ്റ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലെന്തോ വെടിവെപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പല ബ്യൂട്ടിഫുൾ മാർവലസ് ക്രിയേഷൻസ് ഇങ്ങനെ നശിക്കപ്പെട്ടു പോയിട്ടുള്ളത്. ഞാൻ ഈ സ്ഥലത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചാൽ നമ്മളെ രാജാക്കന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിൽ ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളുടെ നല്ല കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കണം എന്നാണ്. പിന്നീട് വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇറ്റ് വാസ് പോർച്ചുഗീസ് ഹു ഡിഡ് ദിസ്. ഓവറോൾ ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. പ്രീ ഹിസ്റ്ററി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. പിന്നെ പോകുന്നത് കടലിലുള്ള യാത്രയും ഇസ് വെരി ഗുഡ്. ബട്ട് സമ്മറിൽ പോകാതിരിക്കാൻ ട്രൈ ചെയ്യുക, കാരണം എൻ്റെ ഒടുക്കത്തെ ചൂടും ആൾക്കാരുടെ തിരക്കും പണി തീർന്നിന് മറ്റു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ തളർന്ന്, എൻ്റെ എനർജി ഇസ് ഡൺ. ഈ വെയിൽ എന്നെല്ലാം പറഞ്ഞാൽ ശരിയായ വെയിൽ. ഈ സമ്മർ ടൈമിലൊന്നും പ്ലാൻ ചെയ്യാൻ പാടില്ല. എല്ലാ വർഷവും ഞാനും അമ്മയും പറയും, ബട്ട് സ്റ്റിൽ വി കീപ് ഗോയിങ് ഓൺ. അതെ, കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ദിവസം നമ്മൾ ഹൈദരാബാദ് ഗോൾക്കൊണ്ട ഫോർട്ട് പോയി. ഈ പ്രാവശ്യം നമ്മൾ പടച്ചോനറിയാം. സോ നമ്മളിപ്പോൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കയറി അതേ സ്ഥലത്തു നിന്നാണ് നമുക്ക് റിട്ടേണും ബോട്ടിന് പോകാനുള്ളത്. സോ കം ഓൺ, ലെറ്റ്സ് ഗോ. The one thing I really enjoyed the most is definitely the boat ride. കാരണം എനിക്കത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടും എന്തെന്ന് എനിക്ക് പറയാനില്ല, നമുക്ക് കടലിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ പോകുന്നില്ല, അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ചുറ്റും നമുക്ക് മല കാണാം, പിന്നെ ബിൽഡിങ്സ് കാണാം. സിറ്റീൻ്റെ അടുത്തേക്ക് പോകുന്തോറും അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയണ്ട വലിയ ബിൽഡിങ്സ് നമുക്ക് കാണാം. വലിയ ബിൽഡിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്ത് നിന്ന് കാണുമ്പോൾ ചെറുതാണ്, ബട്ട് നമുക്ക് അറിയാമല്ലോ അത് കാണണമെങ്കിൽ എത്ര വലുതായിരിക്കണം. നമ്മളിങ്ങനെ കരക്കടുക്കും തോറും നമുക്ക് താജും പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെ ഇങ്ങനെ ദൂരത്ത് നിന്ന് കാണാം. ആ ഒരു വ്യൂ വാസ് റിയലി അമേസിങ്. നമ്മൾ കരയിൽ നിന്ന് കാണുന്ന പോലെയല്ല, ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കടലിൽ നിന്ന് ഇങ്ങനെ കാണുന്ന വ്യൂ വാസ് മാഗ്നിഫിസൻറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ് കയറണം എന്നുള്ള മോഹവുമായി പോയി ക്യൂവിൽ നിന്ന്. എൻ്റെ അമ്മയെ അടിയും കുത്തും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു ഹോളിഡേ ആയിരുന്നു. ഇത്രയും വലിയ ക്യൂവിൽ നിന്നിട്ട് ഞങ്ങളും ബസ് കയറി ഒരാഗ്രഹത്തിന്. അങ്ങനെ ഞങ്ങളും കയറി ബസ്സിൽ കൂടെ നമ്മൾ റിയലി അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ മുംബൈ സിറ്റിയുടെ നടുവ് കൂടെ ഇങ്ങനെ മേളിൽ കൂടെ പോകുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് വാസ് റിയലി നൈസ്. വി എൻജോയ്ഡ് ദാറ്റ് ആസ് വെൽ. അങ്ങനെ ഗൈസ്, ഇന്ന് നമ്മൾ പോയി എലിഫൻറ്റ കേവ്സ് നമ്മൾ സക്സസ്ഫുള്ളി കണ്ടു. ബട്ട് ഹാജി അലി തിരക്കുകൾ കണ്ടല്ലോ, അതൊന്നും താങ്ങാണ്ട ശേഷി എനിക്ക് റോസ്റ്റിക്കില്ല. അമ്മ കണ്ണ് മാതിരി ഒറ്റ നിൽപ്പേനും നമ്മളെ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടുവന്ന്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി
മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. മറ്റൊരു ദിവസം മീ അദീന ചന്ദ്രന ആൻഡ് റോഷ്നി ബാലാജി സൈനിങ് ഓഫ് ഫ്രം ദി ലൈഫ്.